എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: ചികിത്സക ജ്യോതിഷ മന്ത്രവാദിനാം ഗൃഹേ ഗൃഹേ ഭോജനമാദരേണ അന്യാനി ശാസ്ത്രാണി സുശിക്ഷിതാനി പാനീയമാത്രം നതുദാവയന്തി. വൈദ്യന്മാർക്കും അതുപോലെ ജ്യോതിഷികൾക്കും മന്ത്രവാദികൾക്കും ഏത് ഗൃഹത്തിൽ ചെന്നാലും ഭക്ഷണം ലഭിക്കുന്നു, അത് ആദരവോടെ ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു സുഭാഷിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മറ്റ് ശാസ്ത്രങ്ങൾ നന്നായി പഠിച്ചാലും ഒരു പക്ഷേ ദാഹജലം പോലും ലഭിക്കുകയില്ല എന്നും ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യർ രോഗത്തെ പേടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭാവിയെ പലതരത്തിലും പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാൻ വേണ്ടി കാരണം. ഭാവി പ്രവചനം ചെയ്തു കൊടുക്കുന്നവരാണല്ലോ ജ്യോതിഷികളും. അതുമാതിരി രോഗത്തെയൊക്കെ മാറ്റുന്നവരാണ് വൈദ്യന്മാർ. പിന്നെ പറഞ്ഞിരിക്കുന്ന മന്ത്രവാദികൾ. ഈ കാലഘട്ടത്തിൽ പലവരും മന്ത്രവാദത്തൊക്കെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ ഗുണങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ പോകുമ്പോൾ, ഏതൊരു ഗൃഹത്തിലും എത്തിപ്പെടുമ്പോൾ അവരെ വേണ്ട വിധത്തിൽ നമ്മൾ ബഹുമാനിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ മറ്റുള്ള പണ്ഡിതന്മാർ ധാരാളം ഉണ്ട്, എങ്കിലും അവർക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല എന്നതാണ് ഈ ഒരു സുഭാഷിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചികിത്സക ജ്യോതിഷ മന്ത്രവാദിനാം ഗൃഹേ ഗൃഹേ ഭോജനമാദരേണ അന്യാനി ശാസ്ത്രാണി സുശിക്ഷിതാനി പാനീയമാത്രം നതുദാവയന്തി. നന്ദി, നമസ്കാരം.